ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് ഭയങ്കര കഠിനമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം ചില മാസങ്ങൾ നമുക്ക് അങ്ങനെയാണ് കേട്ടോ, ഒട്ടും വയ്യാത്തൊരവസ്ഥയായിട്ടോ. അതുപോലൊരു മാസമാണ് ഈ മാസം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് കടിയായിട്ടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ബ്രെഡ് കൊടുന്ന് വെച്ചത് ഉണ്ടായതുകൊണ്ട് കഴിച്ചില്ല എന്ന് പറയാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചായയും കടി ഉണ്ടാക്കാൻ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ട്. പക്ഷെ നാളെ നമുക്ക് നമ്മളെ ക്ലാസ്സിന് പോവാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ മാസം ലീവ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ അവസ്ഥ അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് സമയം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചായ കുടിക്കണം. നല്ല ചൂടിൽ ചായ ആക്കിയിട്ട് ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അതാ ബ്രെഡ് മീനും ഇവിടെ ഇരുന്ന് തന്നെ പഠിക്കലും തിന്നലും ഒക്കെ ആയതുകൊണ്ട് ബ്രെഡും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡൊന്നും ഊട്ടന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ബ്രെഡ് എടുത്ത് ഞാനും ബ്രെഡ് തന്നാട്ടെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്ന് പോകണമല്ലോ, പോവാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ പീരിയഡ്സിൻ്റെ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. കടന്നിട്ട് വന്നിട്ട് അങ്ങനെ സമയം കഴിക്കണം കേട്ടോ. സ്കൂളുള്ള ദിവസമാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില മാസങ്ങളിലാണ് കേട്ടോ ഭയങ്കര വേദനയും ഊരവേദനയും വയറുവേദനയും ഒക്കെ വേദന വരുമ്പോൾ ഒന്നായിട്ട് എല്ലാ വേദനയും ഒരുമിച്ചുണ്ടാവും. അത് എൻ്റെ ഒരു സ്പെഷ്യലാണ്. ഒന്ന് എണീറ്റ് നിന്ന് നിൽക്കാനാവുമ്പോൾക്ക് അടുത്തത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൊട്ടിപ്പുറപ്പെട്ട് വരും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുഡ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒന്നും ഒരുക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ടാണ്, ഫ്രീ ആയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ആവില്ല കേട്ടോ നമ്മൾ റൂമിൻ്റെ അവസ്ഥ. ചോക്ലേറ്റ് എന്നാൽ കുറച്ചൊക്കെ ഒരു വേദനക്ക് കുറവുണ്ടാവും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാനതാ ന്യൂട്രലെടുത്ത് ബ്രെഡ് ആക്കിയിട്ട് കഴിച്ച് തരിട്ടാണ് ചൂടുള്ള ചായ. അതിന് സ്കൂൾക്ക് പോകുമ്പോൾ അവിടുന്ന് ഈ സംഭവം ഞാൻ നിർത്തിയതായിരുന്നു കേട്ടോ. മെഡിസിൻ എടുക്കൽ തീരെ വയ്യാണ്ടാവുമ്പോൾ മെഡിസിൻ തന്നെ വേണം കേട്ടോ. നമ്മൾ സ്കൂൾക്ക് വരുന്ന ടീച്ചർക്ക് വിളിച്ച് തന്നിട്ട് അവളോട് ഗുളിക കൊണ്ടുവരാൻ പറയണം വരിയിരുന്നു. അല്ലാതെ എനിക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയൂലെന്ന്. പുറത്ത് മഴ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഓരോ റൂമിൽ വന്നിരുന്നത് നമ്മളെ വീഡിയോ എടുക്കണം കേട്ടോ. എന്നെ പോലെ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ദിവസങ്ങളുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളൊക്കെ ഇതിന് എന്താണ് ചെയ്യണത്, ഈ പെയിൻ മാറാനായിട്ട് എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുള്ളൂ. അത്രത്തോളം വേദനയുണ്ടോ, വയറ് ചുട്ടെരിയണ വേദന. അതിന് പുറത്ത് എന്തോ ഒടിഞ്ഞു മുറിയണ വേദന പറയില്ല, അങ്ങനൊരു വേദനയുണ്ടോ, സഹിച്ചാൻ കഴിയില്ല ചില സമയത്തൊന്നും. പിന്നെ ഇപ്പോൾ ഒന്നും തിന്നാതെ പോയാൽ നമുക്ക് നീച്ച് നിൽക്കാനും വേക്കൂല. നേരം 12-12:30 വരെ വായിട്ടെടുക്കണ്ട്, അതിന് വെക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ ചായ അടിച്ചിട്ട് ഇന്ന് ചിലപ്പോഴേ ഉള്ളൂ കേട്ടോ സാധിക്കിൻ്റെ പിന്നാലെയുള്ള പോക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സ്കൂൾ വണ്ടിക്ക് പോകാൻ എഴുതിയിട്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് കിടക്കാൻ സമയം കിട്ടും, അത് എഴുതിയിട്ടാണ്. ഞാൻ ചായ അടിച്ചിട്ടോ. പിന്നെ ഓൾക്ക് ഇതുണ്ടെങ്കിൽ പിന്നെ ഓൾക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. അത് സംബന്ധിച്ച് അപ്പം ചായയും കറി ഉണ്ടാക്കുന്നതിലേറെ ഓൾക്ക് ഇഷ്ടതാണ് കേട്ടോ. അത് ചെറിയ ചൂടുവെള്ളം ഞാൻ ചെല്ലുമ്പോഴല്ലോ ഇത് സുഖം കിട്ടും കേട്ടോ. അടിക്കടിക്കായിട്ട് വയ്യായിക വരിക കേട്ടോ. എന്താ അതിന് കാരണം എന്ന് വെച്ചു അറിയില്ല. നമ്മൾ സ്കൂൾക്ക് എപ്പോഴാണ് പോകണമെന്നുള്ളതൊക്കെ അപ്പോൾ പറയാം കേട്ടോ. സാധിക്കാറില്ല കേട്ടോ. ഞാനും പോവുകയാണ്. ബായ്. സ്കൂളിലെത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ പകുതി വഴി എത്തിയപ്പോൾ ഞാൻ നടന്നിട്ടോ ഗൈസ്. ഞാൻ ഇറങ്ങി നടന്നപ്പോൾ മഴയും പോയിട്ടോ. ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് നഷ്ടമായി പോയിട്ടോ.
2 മിനിറ്റ് കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും മഴയും കുറഞ്ഞു കേട്ടോ. അപ്പം മഴ തന്നെ അല്ല കേട്ടോ. ഇതട്ടോ ഞാൻ മിന്നു പറയട്ടോ ഇതിലെങ്ങനെ ഇറങ്ങാൻ പറ്റിയെങ്കിൽ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പോരുന്ന വഴിക്കുള്ളൊരു തോട് ചെറിയൊരു അരുവി കേട്ടോ. അപ്പോൾ ഇത് ഒരു കുളം. അങ്ങനെ ഇതാ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള ടൈമായിട്ടോ. അപ്പോൾ ഇതാ ഇന്ന് നമുക്ക് സ്പെഷ്യലാണ് കേട്ടോ. ഫ്രൈഡ് റൈസും അതുപോലെ ആ തക്കാളി സോസ് ഉണ്ടല്ലോ നമ്മൾ മന്തിക്കൊക്കെ ആക്കണം, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ലഞ്ചിന്. അതട്ടോ നമ്മൾ സ്കൂൾ വിട്ട് പോന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു കടലാസ് കൊടുക്കേണ്ട ഒരു പേപ്പർ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ നമ്മൾ അപ്പുറത്ത് ബസ് ഇറങ്ങി ഇപ്പുറത്ത് കൂടി പോന്നു കേട്ടോ. അതാണ് ഉണ്ടായത്. മിന്നു മുന്നിൽ പോയിട്ടോ. അപ്പം ഞാൻ വീട്ടിലെത്തട്ടെ. അങ്ങനെ ഇതാ സ്കൂൾ വിട്ട് വന്നേ നമ്മളിപ്പോൾ കൈകാളൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് ഇപ്പോൾ ഇതാ സുഖമില്ലാന്ന് അതേ പറഞ്ഞിരുന്നല്ല. അപ്പോൾ കുറച്ച് കട്ടൻ ചായ കുടിച്ചാൽ എഴുതിയിട്ട് അങ്ങനെ കുടിച്ചാൽ ചൂടുള്ളത് ചെല്ലുമ്പോൾ കുറച്ചൊരു സുഖം കിട്ടും. അപ്പോൾ ഞാൻ ചായ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി നമുക്ക് അതുകൊണ്ടാണ് റൂമിൽ പോകാൻ എഴുതിയിട്ട്. മീൻ ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.